നമസ്കാരം. വളരെ പ്രതീക്ഷകൾ വച്ചുപുലർത്താൻ സാധിക്കുന്ന സമയമാണ് ഈ ഓഗസ്റ്റ് 1 മുതൽ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഇവർക്ക് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജീവിതത്തിൽ നഷ്ടങ്ങളുള്ള ആളുകളാണെങ്കിൽ നഷ്ടങ്ങളൊക്കെ മാറി ലാഭം വർദ്ധിക്കുന്നതിന് സാധിക്കുന്ന സമയമാണ്. ഓരോ ഗ്രഹമാറ്റം കഴിയുമ്പോഴും പലരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളൊക്കെ തന്നെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ അസുലഭമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന, ഐശ്വര്യം കൊണ്ട് സമ്പന്നരാകാൻ പോകുന്ന കുറച്ച് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജോലിയിൽ ഉയർച്ച കൈവരുന്നതാണ്. ജോലി സംബന്ധമായി ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങൾ ഇവയൊക്കെ മാറുന്ന സമയമാണ് വരാൻ പോകുന്നത്. ഇവർക്ക് സമ്പന്ന പദവിയും കോടീശ്വര യോഗവും ലഭിക്കാൻ പോവുകയാണ്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ഇവർക്ക് കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാഹചര്യം കൂടിയാണ് 1-ാം തീയതി മുതൽ വരാൻ പോകുന്നത്. അപ്രതീക്ഷിത ധനം ഇവർക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങളും ഉയർന്ന വരുമാനവും ലഭിക്കുന്ന സമയമാണ്. ഒട്ടേറെ ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ വന്നു ചേരാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. സാമ്പത്തിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ എന്നിവ ഇവർക്ക് പ്രതീക്ഷിക്കാം. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഇവർക്കും അനുകൂലമായ യോഗം തന്നെയാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ വിജയവും ഉയർന്ന വരുമാനവും അതുവഴി പലവിധ നേട്ടങ്ങളും വന്നു ചേരാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഒട്ടേറെ ഉയർച്ചകൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും. കടബാധ്യത, സാമ്പത്തിക പിരിമുറുക്കം എന്നിവ നേരിടുന്നവർക്ക് ഏറ്റവും അനുകൂലമായ തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത മാസം 1-ാം തീയതി മുതൽ. രാജയോഗ തുല്യമായ സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. സമ്പത്തും ഐശ്വര്യവും കുടുംബത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ്. മനസ്സമാധാനം ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് വരാൻ പോകുന്നത്. ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധി ലഭ്യമാകുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വിവാഹ ബന്ധം വരുമെന്നും പ്രതീക്ഷിക്കാം. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഇവർക്ക് മനസ്സിൽ ആഗ്രഹിച്ച ഏത് കാര്യമാണെങ്കിലും അത് വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പല വഴികളും വന്നു ചേരുന്നതാണ്. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് കുറച്ചു നാളുകളായി നേട്ടങ്ങൾ ലഭിക്കാതിരുന്ന സമയമാണ് കടന്നുപോയത്. ഇവർക്കിപ്പോൾ ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയമാണ്. അസുഖങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. കർമ്മരംഗത്ത് അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്ന സമയമാണ്. വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണെന്ന് തന്നെ പറയാം. സമ്പത്തും ഐശ്വര്യവും ഇവർക്ക് ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ കൃത്യമായ ക്ഷേത്ര ദർശനം നടത്തുന്നത് അവർക്ക് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകുന്നതിൽ സഹായമാകുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.